ഇന്നത്തെ നമ്മുടെ യാത്ര ചൈനയിലെ ഗ്വാങ്ഷൗ നാൻഷ മസു ടെമ്പിൾ. തെക്കുകിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും വലിയ മാസു ക്ഷേത്രങ്ങളിലൊന്നാണ് നാൻഷ ടിയാൻഹൗ കൊട്ടാരം. കടലിൽ യാത്ര ചെയ്യുകയോ ജോലി ചെയ്യുകയോ ചെയ്യുന്ന ആളുകളെ സംരക്ഷിക്കുന്ന ചൈനീസ് ദേവതയായ മാസുവിനാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത്. ഈ സ്ഥലത്തെ യഥാർത്ഥ ക്ഷേത്രം യഥാർത്ഥത്തിൽ മിങ് രാജവംശത്തിൻ്റെ 400 വർഷത്തിനു മുമ്പുള്ള കാലത്തെയാണ്. പേൾ നദിയുടെ തീരത്താണ് മാസു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മനോഹരമായ ഉദ്യാനമാണ് അവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. അന്ന് പ്രവൃത്തി ദിവസമായിരുന്നു, അതിനാൽ തിരക്കൊന്നുമില്ലായിരുന്നു. മരങ്ങളിലെല്ലാം ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. രാത്രികാലങ്ങളിൽ വളരെ മനോഹരമാണ് ഈ ഒരു സ്ഥലം കാണാൻ. ഉദ്യാനത്തിൻ്റെ നടുവിലൂടെ ഒരു കനാൽ കടന്നു പോകുന്നുണ്ട്. വളരെ ദൂരം നിന്നു തന്നെ അമ്പലത്തിൻ്റെ മുകൾ ഭാഗം കണ്ടു തുടങ്ങുന്നു. കാൽനടയായി മാത്രമേ അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. ഉദ്യാനത്തിൻ്റെ പല ഭാഗങ്ങളിലായി പൂർവികരുടെ പ്രതിമകൾ സ്ഥാപിച്ചിട്ടുണ്ട്. വളരെ ദൂരെ നിന്ന് തന്നെ മാസുവിൻ്റെ പ്രതിമ കാണാൻ സാധിക്കും. വളരെ വർഷങ്ങൾക്ക് മുൻപ് മുതലുള്ള ഒരു പുരാതന ക്ഷേത്രമാണ് ഇത്. പിന്നീട് ക്വിങ് രാജവംശത്തിൽ ഇത് പുനർനിർമ്മിക്കുകയും യുവാൻജുൻ ക്ഷേത്രം എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. 20-ാം നൂറ്റാണ്ടിലെ യുദ്ധകാലത്ത് പഴയ ക്ഷേത്രം നശിപ്പിക്കപ്പെട്ടു. അതിനാൽ ഇന്ന് നിങ്ങൾ കാണുന്നത് ഒരു ആധുനിക പുനർനിർമ്മാണമാണ്. നിലവിലെ ടിയാൻഹൗ കൊട്ടാരം 1990 പുനർനിർമ്മിച്ചു. ശക്തമായ പിന്തുണയും ധനസഹായവും നൽകി. പ്രാദേശിക മാസു സംസ്കാരത്തെ പുനരുജ്ജീവിപ്പിക്കാൻ ആഗ്രഹിച്ച സർ ഹെൻറി ഫോക്ക് 1996 മാസുവിൻ്റെ ജന്മദിനത്തിൽ പുതിയ ക്ഷേത്രം പൂർത്തിയാക്കി ഔദ്യോഗികമായി തുറന്നു. കൊട്ടാരത്തിനുള്ളിൽ മാസുവിനെ ആരാധിക്കുന്ന പ്രധാന ഹാൾ ആളുകൾ സാധാരണയായി മാസു ക്ഷേത്രം എന്ന് വിളിക്കുന്നു. പുനർനിർമ്മാണ വേളയിൽ മുഴുവൻ സമുച്ചയവും ചേർന്നാണ് ഇത് നിർമ്മിച്ചത്. ചൈനീസ് തൈവാൻ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും വളരെ സ്വാധീനമുള്ള കടലിൻ്റെ ദേവതയാണ് മാസു. 10-ാം നൂറ്റാണ്ടിൽ മേഷോ ദ്വീപിൽ ജീവിച്ചിരുന്ന ലിൻമോ നിയാങ് എന്ന മനുഷ്യനായിരുന്നു അവൾ. ധാർമ്മിക സത്യസന്ധത, ദയ, അനുകമ്പ എന്നിവയാൽ അവൾ ആരാധിക്കപ്പെടുന്നു. 10-ാം നൂറ്റാണ്ടിൽ ചൈനയിലെ ഫുജിയാനിൽ ജനിച്ച ലിൻ മോ നിയാങ് കൊടുങ്കാട്ടുകൾ മുൻകൂട്ടി കാണാനും നാവികരെ സഹായിക്കാനുമുള്ള നിഗൂഢ കഴിവുകളുള്ള ഒരു യുവതിയായിരുന്നു. കപ്പൽ ഛേദത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ മരണശേഷം അവരൊരു ബഹുമാന്യ കടൽ ദേവതയായി മാറി. ഒരു പ്രാദേശിക ദേവതയിൽ നിന്ന് ചൈനീസ് പ്രവാസികളിൽ ഉടനീളമുള്ള നാവികരുടെ പ്രധാന സംരക്ഷകയായി പരിണമിച്ചു. കടലുകളെ ശാന്തമാക്കാനും ഭാഗ്യം കൊണ്ടുവരാനുമുള്ള അവളുടെ കഴിവിനെ അവർ പ്രശംസിച്ചു. ലോകമെമ്പാടുമുള്ള എണ്ണമറ്റ ക്ഷേത്രങ്ങൾ അവളുടെ കാരുണ്യ മനോഭാവത്തെ ആദരിച്ചു. AD 960 മേഷോ ദ്വീപിൽ ജനിച്ച് നിശബ്ദ എന്നർത്ഥം വരുന്ന ലിൻമോ അവരുടെ ഭക്തിക്കും കടലുമായുള്ള ബന്ധത്തിനും പേരുകേട്ടത് ആയിരുന്നു. കൊടുങ്കാറ്റുകൾ പ്രവചിക്കാനും രോഗങ്ങൾ സുഖപ്പെടുത്താനും 16 വയസ്സുള്ളപ്പോൾ തന്നെ അവൾക്ക് കഴിഞ്ഞു. ഒരു മയക്കത്തിലായിരിക്കുമ്പോൾ അവളുടെ പിതാവിനെയും സഹോദരന്മാരെയും ഒരു കപ്പൽ അപകടത്തിൽ നിന്ന് രക്ഷിച്ചുവെന്ന് പറയപ്പെടുന്നു. എന്നിരുന്നാലും ചില ഐതിഹ്യങ്ങൾ പറയുന്നത് അവരെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോഴാണ് മരിച്ചത് എന്ന്. അവരുടെ മരണശേഷം നാട്ടുകാർ ഒരു ക്ഷേത്രം പണിതു. അവരെ ഒരു ദിവ്യ സംരക്ഷകയായ മാസു ആരാധനാ മാതാവായി അംഗീകരിച്ചു. സാമ്രാജ്യത്വ കോടതി അവരെ ഔദ്യോഗിക ദേവാലയത്തിൽ ഉൾപ്പെടുത്തി. അങ്ങനെ അവരുടെ പദവി ഉറപ്പിച്ചു. ഫ്യൂജിയൻ കുടിയേറ്റക്കാരാണ് മാസുവിനെ തൈവാനിലേക്ക് കൊണ്ടുവന്നത്. അവിടെ അവർ ദശലക്ഷക്കണക്കിന് അനുയായികളുള്ള ഏറ്റവും പ്രമുഖ നാടോടി വിശ്വാസമായി മാറി. മത്സ്യത്തൊഴിലാളികൾ, നാവികർ, ജലാശയങ്ങളിൽ സഞ്ചരിക്കുന്നവർ എന്നിവർക്ക് സംരക്ഷണവും മാർഗനിർദ്ദേശവും നൽകുന്ന അവശ്യ ദേവതയാണ് മാസു. അവരുടെ ആരാധന ലോകമെമ്പാടുമുള്ള ചൈനീസ് സമൂഹങ്ങൾക്കിടയിൽ ശക്തമായ സമൂഹ ബന്ധങ്ങൾ, കുടുംബ ഐക്യം, പങ്കിട്ട സാംസ്കാരിക സ്വത്വം എന്നിവ വളർത്തുന്നു. നാൻഷ ടിയാൻഹൗ കൊട്ടാരം. ചൈനയിലെ ഗ്വാങ്സോ നാൻഷ ടിയാൻഹൗ കൊട്ടാരം, മസു ക്ഷേത്രം, മിങ്, ക്വിങ് രാജവംശങ്ങളിലേക്ക് വേരുകളുള്ള കടൽ ദേവതയായ മാസുവിനെ ആദരിക്കുന്നു. എന്നിരുന്നാലും നിലവിലെ മഹത്തായ ഘടന 1990കളിൽ ഗ്വാങ്ഷൗവിൻ്റെ സമുദ്രഭൂതകാലത്തെ പ്രതിഫലിപ്പിക്കുന്നതിനും പേൾ നദി ഡെൽറ്റയ്ക്ക് സമീപമുള്ള ഒരു വലിയ മാസു പ്രതിമയും പരമ്പരാഗത വാസ്തുവിദ്യയും ഉൾക്കൊള്ളുന്ന ഒരു ആത്മീയ കേന്ദ്രമായി വർത്തിക്കുന്നതിനുമായി പുനർനിർമ്മിച്ചു.
നാവികരെ സംരക്ഷിക്കുന്ന ഒരു ആദരണീയ ദേവതയായ മാസുവിനെ സ്വർഗീയ ചക്രവർത്തിനെ ആരാധിക്കുന്നതിനായാണ് യഥാർത്ഥ ക്ഷേത്രം നിർമ്മിച്ചത്. മിങ് രാജവംശത്തിൽ നിർമ്മാണം ആരംഭിച്ചു. പരമ്പരാഗത ചൈനീസ് ഘടകങ്ങൾ, സങ്കീർണമായ കൊത്തുപണികൾ, പ്രമുഖമായ നാൻലിംഗ് ടവർ, ഹാൾ ഓഫ് ബ്ലെസ്സിംഗ് എന്നിവയുൾപ്പെടെ 20-ലധികം ഹാളുകൾ എന്നിവയുള്ള ഒരു പ്രധാന സമുച്ചയം. ക്ഷേത്രത്തിലേക്ക് കടക്കാൻ വളരെയേറെ പടികളുണ്ട്. ക്ഷേത്രത്തിൻ്റെ മുകൾ ഭാഗത്തെ കോമ്പൗണ്ടിലെത്തിയാൽ പേൾ നദി കാണാൻ സാധിക്കും. പ്രധാന ക്ഷേത്രത്തിൻ്റെ ഇരുവശങ്ങളിലും വലിയ ഗോപുരങ്ങളുള്ള ക്ഷേത്രങ്ങൾ കാണാൻ സാധിക്കും. വിശ്വാസികൾക്ക് പ്രാർത്ഥിക്കുവാനുള്ള പ്രത്യേക സ്ഥലങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. മാധുവിൻ്റെ രൂപം തനി സ്വർണത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രധാന ക്ഷേത്രത്തിൽ മാധുവിൻ്റെ പ്രതിമയോടൊപ്പം പുരാതന രാജ്യ ഭരണകാലത്തുണ്ടായിരുന്ന ആളുകളുടെയും രൂപങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരണമെന്ന് മാധുവിനോട് അപേക്ഷിക്കാൻ വേണ്ടി സ്വന്തം പേരുകളോ അല്ലെങ്കിൽ ആവശ്യങ്ങളോ എഴുതിയ റിബണുകൾ അമ്പലത്തിൽ സമർപ്പിക്കാറുണ്ട്. വളരെ ദൂരം നടന്നെങ്കിൽ മാത്രമേ അമ്പലത്തിൻ്റെ മെയിൻ കോമ്പൗണ്ടിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. നിരവധി പടികൾ അവിടെയുണ്ട്. കടലിലേക്ക് അഭിമുഖമായി നിൽക്കുന്ന 14.5 മീറ്റർ ഉയരമുള്ള മസുവിൻ്റെ ഗ്രാനൈറ്റ് പ്രതിമയുള്ള ഒരു വലിയ ചതുരം പ്രവേശന കവാടത്തിൽ ആധിപത്യം പുലർത്തുന്നു. ഇത് വർഷം മുഴുവനും അവളുടെ അനുഗ്രഹത്തെ പ്രതീകപ്പെടുത്തുന്നു. ആഘോഷങ്ങളിൽ വിപുലമായ വഴിപാടുകൾ, സംഗീതം, ആചാരങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. പ്രത്യേകിച്ച് മാസുവിൻ്റെ ജന്മദിനത്തിൽ വലിയ ജനക്കൂട്ടത്തെ ആകർഷിക്കും. സാരാംശത്തിൽ നാൻഷാ മസു ക്ഷേത്രം ഒരു ചരിത്ര സ്ഥലത്തിൻ്റെ ആധുനിക പുനർനിർമ്മാണമാണ്. ഇത് സമുദ്രദേവതയായ മാസുവിൻ്റെ നിലനിൽക്കുന്ന ആരാധനയെ സംരക്ഷിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നു. ഇത് പ്രദേശത്തിൻ്റെ തീരദേശ അവിഭാജ്യ ഘടകമാണ്. This journey does not end here. Stay tuned for new journeys and new knowledge. Thank you for watching. Please subscribe and share.